നിങ്ങളുടെ യൂട്യൂബ് ഷോർട്സിന് വ്യൂസ് കുറഞ്ഞു പോകുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അട്രാക്റ്റീവായിട്ടുള്ള തംബ്നെയിൽ ഇല്ലാത്തതായിരിക്കും അതിൻ്റെ ഒരു പ്രധാന കാരണം. ഇന്ന് നമ്മുടെ ഫോൺ ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് നിമിഷ നേരങ്ങൾ കൊണ്ട് എങ്ങനെ അട്രാക്റ്റീവായിട്ടുള്ള തംബ്നെയിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മളിന്ന് ഉപയോഗിക്കുന്ന ChatGPT ആപ്പാണ്. ആദ്യം ChatGPT ആപ്പ് തുറക്കുക. നമ്മൾ മനസ്സിൽ കരുതിയിരിക്കുന്ന ഒരു ക്യാപ്ഷൻ അതിനകത്തൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇൻ കേസ് നമുക്ക് ആ ക്യാപ്ഷൻസ് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഫെസിലിറ്റിയും ChatGPT ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ ഇതിനകത്തോടെ അടിച്ചു കൊടുത്തിരിക്കുന്നത് ഒരു തൈ നടാം ട്രാൻസ്ലേഷൻ ടു മലയാളം എന്നാണ്. അന്നേരം ഞാൻ സജസ്റ്റ് ചെയ്ത ട്രാൻസ്ലേഷനും ബാക്കി 3 സജഷൻസുമായിട്ട് ChatGPT എനിക്ക് തന്നിട്ടുണ്ട്. അതിനകത്തുനിന്ന് ഏറ്റവും നന്നായിട്ട് തോന്നുന്ന ഒരു ക്യാപ്ഷൻ എനിക്ക് സെലക്ട് ചെയ്തിട്ട് വീണ്ടും നെക്സ്റ്റ് പേജ് എടുത്ത് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഈ യൂട്യൂബ് തംബ്നെയിലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ക്യാപ്ഷനും ഈ ഇമേജും കൂടെ ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ഒരു യൂട്യൂബിന് പറ്റിയിട്ടുള്ളൊരു തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൊരു സജഷൻ നമുക്ക് ChatGPTക്ക് കൊടുക്കാം. ഞാനിവിടെ കൊടുക്കുന്ന സജഷൻ ക്രിയേറ്റ് എ തംബ്നെയിൽ ഫോർ ദ യൂട്യൂബ് ഷോർട്സ് വിത്ത് ക്യാപ്ഷൻ ഒരു തൈ നടാം എന്നുള്ളതാണ്. അത്രയും കൊടുത്തു കഴിയുമ്പോൾ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള തംബ്നെയിൽ റെഡിയായി കഴിഞ്ഞു. ഇൻ കേസ് എനിക്കിതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് കാണുന്ന എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് എനിക്കിതിനകത്തോട്ട് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഞാനിതിനകത്തോട്ടുള്ളൊരു നെക്സ്റ്റ് സജഷൻ കൊടുക്കുകയാണ്. ആഡ് ഫ്യൂ ഷോർട്ട് സബ് ക്യാപ്ഷൻസ് അറ്റ് ദ ബോട്ടം. എനിക്ക് ഇതിനകത്ത് 2-3 സബ് ക്യാപ്ഷൻസ് കൂടെ ആഡ് ചെയ്ത് തരൂ എന്നുള്ളതാണ് ഞാൻ നെക്സ്റ്റ് കൊടുക്കുന്നൊരു സജഷൻ. അതിൽ എനിക്ക് 2 ഇമേജ് ഇതിനകത്തോട്ട് ക്രിയേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വന്ന ഇമേജസ് എല്ലാം വായിച്ച് നോക്കുക. ചില സമയത്ത് ഇതിനകത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാനുള്ള സാധ്യതകൾ വളരെ ഏറെയാണ്. അങ്ങനെയാണെങ്കിൽ വീണ്ടും നമ്മൾ ലെഫ്റ്റ് സൈഡ് കാണുന്ന എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള സജഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.